പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയിലാണ്. ആത്മവിശ്വാസം എങ്ങനെ വളർത്താം, ഉയർത്താം എന്നതിനെക്കുറിച്ച്. ആത്മവിശ്വാസവും നമ്മുടെ അനുദിന ജീവിതത്തിലെ സന്തോഷവുമായിട്ട് നമ്മുടെ എൻജോയ്മെൻറ്റിനെ, നമ്മുടെ ലാഫിങ്, നമ്മുടെ പുഞ്ചിരിയെ, നമ്മുടെ ചിരിയെയൊക്കെ എത്രമാത്രം അത് ആത്മവിശ്വാസം വളർത്തുന്നതാണ്, ഉയർത്തുന്നതാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഉപയുക്തമാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എല്ലാ മനുഷ്യരും സന്തോഷത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. ഒന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ ചിരിക്കുക. ഇപ്പോൾ ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നത് 20 മിനിറ്റെങ്കിലും നമ്മൾ രാവിലെ അങ്ങ് ചിരിക്കണം എന്ന് പറയണം. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ചിരിക്കുമ്പോൾ നമ്മുടെ മസിലുകൾ, അതായത് നമ്മുടെ മുഖത്തെ പേശികൾക്കൊക്കെ, എല്ലാവരും യങ്ങായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ, എങ്ങനെ യങ്ങായിട്ടിരിക്കാൻ സാധിക്കുമെന്നതിന് ചിന്തിക്കുന്നവരാണ്. യഥാർത്ഥത്തിലെ മനുഷ്യർ എപ്പോഴും ഊർജ്ജസ്വലരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയല്ലേ. ഒരുപാട് പേര് എക്സർസൈസിന് പോകുന്നുണ്ട്, ജിമ്മിന് പോകുന്നുണ്ട്, ബോക്സിങ്ങിന് പോകുന്നുണ്ട്. അതുപോലെ വീട്ടിൽ തന്നെ സാമഗ്രികൾ മേടിച്ച് എക്സർസൈസ് ചെയ്യുന്നവരുണ്ട്. അതായത് ബോഡിയെ നമ്മൾക്ക് എത്രമാത്രം എക്സർസൈസ് കിട്ടുന്നുവോ, ശരീരത്തിന് എത്രമാത്രം എക്സർസൈസ് കിട്ടുന്നു, അതനുസരിച്ചാണ് നമ്മുടെ മുഖത്ത്, നമ്മുടെ ഭാവങ്ങൾക്ക് എല്ലാം നമുക്ക് ആരോഗ്യം ലഭിക്കുന്നത്. മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാകും. അപ്പം മനസ്സിനെ സന്തോഷിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒത്തിരി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. മനസ്സിന് സന്തോഷമുണ്ടാകുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പം എന്നൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും റീൽസിൻ്റെ ബഹളമല്ലേ, കോമഡി സീൻസ് അല്ലെങ്കിൽ കോമഡികൾ തന്നെ. ഇപ്പോൾ നമ്മുടെ സിസ്റ്റമൊക്കെ അനുസരിച്ച് നമ്മളൊരു തമാശ കണ്ട് 2 തമാശ കണ്ടാൽ പിന്നെ എത്രത്തോളം തമാശകൾ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് മുഴുവനും നമ്മളെ കാണിച്ചു തരും. സിനിമയിലായിരിക്കാം, പഴയ സിനിമകളിലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് റീൽസൊക്കെ ഇടുന്നവർ തന്നെ ഒത്തിരി ഉണ്ട്. തമാശകളിലൂടെ സന്ദേശങ്ങൾ. അപ്പം മനുഷ്യർ അതൊരുപാട് എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് മേഖലകളിൽ ഒരുപാട് ദമ്പതികൾ, കപ്പിൾസൊക്കെ ഒരുപാട് സന്ദേശങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് തമാശകളിലൂടെ മനുഷ്യരെ ചിരിപ്പിക്കുവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നവരെയൊക്കെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മനുഷ്യരെ സന്തോഷമുള്ള മേഖലകളിലേക്ക് ചേക്കേർന്ന് കണ്ടിട്ടില്ലേ? നല്ല സ്മാർട്ടായിട്ട്, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരായിട്ട് ഒരുപാട് സൗഹൃദം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ നോവിഷ്യേറ്റിലായിരിക്കും, അതായത് വന്നിട്ട് ഞാൻ സഭയിൽ കയറിയിട്ട് ആദ്യത്തെ വർഷം ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇന്നതൊക്കെ പോയി കേട്ടാ. അന്ന് 1993-94 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ 2-3 ബ്രദേഴ്സ് എന്നോട് പറയായിരുന്നു, ഐ വാണ്ട് യുവർ ഫ്രണ്ട്ഷിപ്പ്, ദേ വാണ്ട് മൈ ഫ്രണ്ട്ഷിപ്പ്, ദേ വാണ്ടഡ്. തൻ്റെ സൗഹൃദം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ 2-3 ഇന്നവരൊക്കെ ഫാദേഴ്സാണ്, അവരൊക്കെ എനിക്കറിയാം. ഇന്ന് അവർ നമ്മളുടെ ആ സൗഹൃദമൊന്നും ആഗ്രഹിക്കാറില്ല. കാരണം അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ. അപ്പം നമ്മുടെ ഹാപ്പിനെസ് ഒരുപാട് പ്രതിഫലനങ്ങൾ ഉളവാക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ഹാപ്പിനെസ്സിന് ഒരുപാട് നമ്മുടെ സമൂഹത്തെ, നമ്മെ തന്നെ ചലിപ്പിക്കുവാനായിട്ട് സാധിക്കും. ചിലരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ ഞങ്ങളുടെ സഭയിൽ തീർന്നപ്പോൾ, എലക്ഷൻ തീർന്നപ്പോൾ 1-2 അച്ഛന്മാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. 2-3 പേരാണ് ആ എലക്ഷൻ്റെ ആ സമയത്ത് ആ 3-4 ദിവസത്തെ സന്തോഷ നിർഭരമാക്കിയത്. അതിന് ഒരു ശക്തി തന്നെയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, മറ്റുള്ളവരുടെ ആ മാനസിക വിഷമതകളിൽ നിന്നൊക്കെ ഒരു സന്തോഷമുണ്ടാക്കി കൊടുക്കുക. ഇതൊരു എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും തമാശകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തമാശകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ബസ് യാത്രയിലാകട്ടെ, ട്രെയിൻ യാത്രകളിലാകട്ടെ, വല്ലൊരു തമാശ പറയുന്നതൊക്കെ കേട്ടാൽ നമ്മൾ ചെവി വട്ടം പിടിക്കില്ല. എന്തിനാണ്? അത് കേൾക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ്.
ഇന്ന് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവരൊക്കെ മൈക്രോഫോൺ വെക്കാതെ തന്നെ തമാശകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ചിരിയുടെ ഒരു തമാശകളുണ്ട്. വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതേ നമ്മൾ കേൾക്കുന്നുള്ളൂ. വെറുതെ ചിരി കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ആഹ്ലാദം തോന്നാറില്ല. അത് ഇത്രമാത്രം നമ്മുടെ ആത്മവിശ്വാസത്തെ, അന്നത്തെ ദിവസത്തെ നമുക്ക് തീക്ഷ്ണകരമാക്കാൻ തോന്നുന്നില്ലേ? തീക്ഷ്ണകരമാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിലുള്ള യാഥാർത്ഥ്യം മനുഷ്യന് ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി ഒത്തിരി ചിരിക്കുന്നവരാകുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ചു നേരം ഇപ്പം നമ്മൾ ചിരിക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ദേഷ്യഭാവമുള്ളവരാണെങ്കിൽ, കുറച്ചു നേരം നമ്മളിങ്ങനെ നമുക്ക് ചിരിച്ചുകൊണ്ടിരുന്ന് നോക്കി, വെറുതെ നമ്മുടെ പല്ലിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് നോക്കിയേ, നമ്മുടെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ മനസ്സ് നമുക്ക് ചിരിക്കാതിരുന്നിരുന്നിരുന്നിരുന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ശിശുവായിട്ട് ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ആകെയുള്ളത് ചിരി മാത്രമാണ്. ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടാലും അവൻ അല്ലെങ്കിൽ അവൾ ചിരിച്ചു കൊണ്ടിരിക്കും. അത് കാലക്രമത്തിൽ ഉത്തരവാദിത്തങ്ങളും കുടുംബ ബാധ്യതകളും ജോലി ബാധ്യതകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ആ പുഞ്ചിരിയൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പക്ഷേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായിട്ട് സന്തോഷവാനായിരിക്കാനാണ്. അപ്പം സന്തോഷം ആയിരിക്കുക, സന്തോഷത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. അപ്പം നമുക്കതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരുവാനായിട്ട് സാധിക്കണം. അപ്പം എൻ്റെ അരികിൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, എല്ലാ റീൽസൊക്കെ കാണുക. ചിലപ്പോൾ ചിലർ പറയും ഭയങ്കര ദേഷ്യമാണ്, ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രധാന പ്രശ്നവും അത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു 80% അല്ലെങ്കിൽ 90% ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മെയിൻ പ്രശ്നം അതാണ്, ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യത്തെ എങ്ങനെ അതിജീവിക്കും എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ യുഗത്തിൽ. ആ സമയത്ത് വളരെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ആരും പറയുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, സ്നേഹമായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തുന്നുണ്ട്. ഒരു മണിക്കൂർ നമ്മൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചാൽ, ചിലരൊക്കെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളൊക്കെ കണ്ടിട്ടില്ല. അവർക്ക് പ്രയാസങ്ങളില്ലാഞ്ഞിട്ടാണോ? മറിച്ച് എല്ലാം വളരെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല, കുരിശുകളില്ലാത്ത, സഹനങ്ങളില്ലാത്ത വ്യക്തികളില്ല. പക്ഷേ അതെല്ലാം ഒരു തന്മയത്വത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം വളരാനായിട്ട് സാധിക്കുക. അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കുക, എനിക്ക് സന്തോഷമുണ്ടോ? അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണോ? എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ സന്തോഷം വളരുന്ന ഒന്നാണോ? എൻ്റെ മുഖം നോക്കിയാൽ മതി, നമ്മുടെ മുഖം നോക്കിയാൽ മതി. നമ്മുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്തോഷമുള്ള വ്യക്തിയാണോ, ഗൗരവമുള്ള വ്യക്തിയാണോ, അതോ വളരെയധികം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് സൗന്ദര്യമൊന്നും അനുസരിച്ചിട്ടല്ല, മറിച്ച് ചിലരൊക്കെ നല്ല സുന്ദരന്മാരായിരിക്കും, നല്ല സുന്ദരികളായിരിക്കും. പക്ഷേ മുഖത്ത് അത് പ്രകടമാകില്ല, ഭയങ്കര ഗൗരവമായിരിക്കും. നമുക്കൊരു പ്രസന്നത, അതായത് നമുക്കൊന്നും തോന്നില്ല മുഖത്തേക്ക് നോക്കാനായിട്ട്, ഒരുപാട് പക്ഷേ ചിലവരൊക്കെ വലിയ ലുക്കൊന്നും ഇല്ലായിരിക്കും, പക്ഷേ നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ സാധിക്കും. ഒരുപാട് ഭാവങ്ങൾ അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും. നമുക്ക് ആവശ്യമാണ് അത്. നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് മറ്റുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, മറ്റുള്ളവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോഴൊക്കെ നമ്മളുടെ ആത്മവിശ്വാസം ഒരുപാട് വളരുന്നുണ്ട്, ഒരുപാട് ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം എൻ്റെ സന്തോഷത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമായിട്ട് കാണണം. അതിന് എനിക്ക് ആവശ്യം എല്ലാം നമ്മൾ എന്ത് പറയും, ബൈ ഹാബിറ്റ്, പരിചയത്തിലൂടെയാണ്, ശീലത്തിലൂടെയാണ് അത് നമ്മുടെ ജീവിതമായിട്ട് മാറുക. അതുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത്, കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് ഒരു 20 മിനിറ്റ് ഒന്ന് ചിരിക്കുക എന്ന് പറയും. വെറുതെ ഹഹഹ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറയും. അതിന് കാരണം കാലക്രമത്തിൽ നമുക്ക് പുഞ്ചിരിക്കാനായിട്ടുള്ള, അതായത് നമ്മുടെ പേശികളൊക്കെ മനോഹരമായിട്ട് തീരുമെന്ന് പറയും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ കവിളുകൾ എല്ലാം കഥ പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ, മറ്റുള്ളവർ നമ്മളുടെ സാമീപ്യം
പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ 93 കാലഘട്ടങ്ങളിലാണ് കേട്ടോ, ഇപ്പോൾ 2026 അന്ന് 2-3 പേര് എന്നോട് പറഞ്ഞതാണ് ദാറ്റ് ദേ വാണ്ട് മൈ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ സൗഹൃദം അവർ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷേ എനിക്ക് അതുപോലെ വളരാനും ഉയരാനും സാധിച്ചില്ല. ഇന്ന് നമ്മുടെ സൗഹൃദം, കാരണം ആ ഒരു മനോഭാവം നമ്മൾ ചിലപ്പോൾ എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പുഞ്ചിരിക്കുന്നവരാകുക, സന്തോഷിക്കുന്നവരാകുക, സന്തോഷം കൊടുക്കുന്നവരാകുക, സന്തോഷിപ്പിക്കുന്നവരായിത്തീരുക എന്നൊക്കെ ഉള്ളത് മഹാകാര്യങ്ങളാണ്. അത് നമ്മുടെ തന്നെയല്ല, മറ്റുള്ളവരുടെ ആത്മവിശ്വാസവും വളർത്താനും ഉയർത്താനും നമുക്ക് ഒരുപാട് സാധിക്കും. അനുദിന ജീവിതത്തിൽ ഒറ്റ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ മതി, യഥാർത്ഥത്തിൽ വെദർ ഐ ആം ഹാപ്പി ഓർ നോട്ട്, ഞാൻ സന്തോഷവാനാണോ അല്ലയോ? എന്തുകൊണ്ടാണ്, രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്? എങ്ങനെ എൻ്റെ സന്തോഷത്തെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും, ഉയർത്തിയെടുക്കാൻ സാധിക്കും? എങ്ങനെ എനിക്ക് മോർ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും? അതും നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് വളർത്തും, ഒരുപാട് ഉയർത്തും. നമ്മൾ ആ കൊച്ചു കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തു സന്തോഷമായിരുന്നു നമുക്ക്. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠകളില്ല, ആകുലതകളില്ല, വ്യാകുലതകളില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് വരുമ്പോഴാണ് കുട്ടിയുടെയൊക്കെ ആത്മവിശ്വാസം നമുക്കറിയാമല്ലോ, എവിടെയും ഓടിപ്പോവും, ആരിലേക്കും പോവും. ചില കുട്ടികളൊക്കെ റീൽസിലൊക്കെ കാണാറുണ്ട്, അങ്ങ് പോവുകയാണ്, അവൻ റോഡുകളെ നോക്കുന്നില്ല, വണ്ടി വരുന്നു എന്നല്ല, ഒന്നും അവനെ ആകുലപ്പെടുത്തുന്നില്ല. അവൻ്റെ ആ നിറവാണ് സന്തോഷത്തിന്. ഈ നിറവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. സന്തോഷിക്കുന്നവരല്ലെങ്കിൽ, ചിരിക്കുന്നവരല്ലെങ്കിൽ, പുഞ്ചിരിയും ചിരിയും രണ്ടും രണ്ടല്ലേ. പുഞ്ചിരിക്കാനായിട്ട് വെറുതെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന വിവിധ ഭാവങ്ങളെ ഒന്ന് കാണുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുഞ്ചിരിക്കാത്തവരാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഞരമ്പൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. പുഞ്ചിരിക്കുന്നവരാകുക, പുഞ്ചിരി സമ്മാനിക്കുന്നവരാകുക. നമ്മുടെ മുഖത്തിലൂടെ, നമ്മുടെ ഭാവത്തിലൂടെ, നമ്മുടെ ചലനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ജീവിക്കുവാനായിട്ടുള്ള ഒരു തീക്ഷ്ണത നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ലേ? സാധിക്കും. അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെയും വളർത്തും, ഉയർത്തും. അതിന് എൻ്റെ ജീവിതം, എൻ്റെ പുഞ്ചിരി, എൻ്റെ ചിരി, എൻ്റെ സ്മൈലിംഗ്, എൻ്റെ ലാഫ്റ്റർ, അതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്നുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ആത്മവിശ്വാസം വളർത്താനായിട്ടുള്ള ഒരു ഉപാധി കൂടിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.